ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഞാറ്റുവേലക്കാലത്തിന് സ്വാഗതമോദിക്കൊണ്ട് നഗരത്തിൽ ഫലവൃക്ഷത്തൈ വിൽപ്പന മേളകൾക്ക് തുടക്കമായി. ഗുണമേന്മയുള്ളതും കൂടുതൽ കായ്ഫലങ്ങൾ നൽകുന്നതുമായ വൃക്ഷത്തൈകളാണ് ടൗൺ ഹാളിലും കോംട്രസ്റ്റ് പരിസരത്തുമായി എത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJPയും CPM നടത്തുന്നതെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ്. സർക്കാർ പ്രഖ്യാപിച്ച മദ്യവർജനം എന്ന നയം ഒരു സർക്കാരിന്റെ നയമല്ല, വ്യക്തിയുടെ നയമാണെന്ന് മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ തോമസ് തൈത്തോട്ടം. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകളെ പിന്തുണച്ച് FACTU ജില്ലാ കേന്ദ്രങ്ങളിൽ ജനപക്ഷ സംഗമം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJPയും CPMും നടത്തുന്നതെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ്. BJPയും CPMും അക്രമം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വസ്ഥം കോഴിക്കോട് എന്ന പേരിൽ DCC നേതൃത്വത്തിൽ നടത്തുന്ന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോടിനെ കാക്കാനും സമാധാനം വീണ്ടെടുക്കാനും സമാധാനം ഇല്ലാതാക്കുന്ന അക്രമികളെ ഒറ്റപ്പെടുത്താനും ആഹ്വാനം നൽകിക്കൊണ്ടാണ് സ്വസ്ഥം കോഴിക്കോട് എന്ന പേരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തിയത്. AICC സെക്രട്ടറിയും മുൻ MLAയുമായ PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. CPMും BJPയും ആയുധം താഴെവെച്ച് നാടിന്റെ സമാധാനം കാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. CPM ഓഫീസ് തകർത്തവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനു പകരം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്രഭരണം മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, എത്രയും വേഗം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയ പ്രതികളെ പിടിക്കാൻ തയ്യാറാകണം. CPMന്റെ ഓഫീസ് ആക്രമിച്ച പ്രതികളെ പോലും പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനമാണ് ഇവിടെ ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും നൽകാൻ കഴിയുക? ഉദ്ഘാടന ചടങ്ങിൽ DCC പ്രസിഡന്റ് T സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. MI ഷാനവാസ് MP, MK മുനീർ MLA, MK രാഘവൻ MP, MN കാരശ്ശേരി, PV ഗംഗാധരൻ, പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കൾ, അഡ്വക്കേറ്റ് പ്രവീൺ, N സുബ്രഹ്മണ്യൻ, P ശങ്കരൻ, KC അബു, MT പത്മ, ദിനേശ് പെരുമണ്ണ, M രാജൻ, ജ്യോതി, KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. KSRTC ടെർമിനലിന് സമീപം നടന്ന സത്യാഗ്രഹ പരിപാടിക്ക് ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി. മനുഷ്യത്വത്തിന്റെയും മനുഷ്യപ്പറ്റിന്റെയും കഥ പറയുന്ന മണ്ണാണ് ഈ കോഴിക്കോട് ജില്ലയുടെ മണ്ണ്. സർക്കാർ പ്രഖ്യാപിച്ച മദ്യവർജനം എന്ന നയം ഒരു സർക്കാരിന്റെ നയമല്ല, വ്യക്തിയുടെ നയമാണെന്നും നൂറ്റാണ്ടുകളായി സാമുദായിക പരിഷ്കർത്താക്കളെല്ലാം പറഞ്ഞ് പരാജയപ്പെട്ടതാണ് മദ്യവർജനം എന്ന നയമെന്നും കേരള മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ തോമസ് തൈത്തോട്ടം. KCBC മദ്യവിരുദ്ധ സമിതിയുടെയും കേരള മദ്യനിരോധന സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യശാലകളുടെ എണ്ണം വ്യാപകമാക്കി മദ്യ ഉപയോഗത്തിനുള്ള സന്ദർഭത്തിനും സാഹചര്യത്തിനും കളമൊരുക്കി മദ്യലോബിയെ പ്രീണിപ്പിക്കാൻ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്.
സർക്കാർ മുന്നോട്ട് വെച്ച മദ്യനയം മുതലാളിമാരും ഇടതുമുന്നണിയുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സന്തതിയാണ്. മദ്യമുതലാളിമാർക്ക് വേണ്ടി സുപ്രീം കോടതി വിധി പോലും ദുർവ്യാഖ്യാനം ചെയ്യാനും ദേശീയപാതകൾ പോലും മാറ്റിമറിക്കാനും സർക്കാർ ശ്രമിച്ചു. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ വഞ്ചനാപരമായ മദ്യനയത്തിൽ പ്രതിഷേധിച്ചാണ് KCBCയും കേരള മദ്യനിരോധന സമിതിയും സംയുക്തമായി കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. കേരള മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ തോമസ് തൈത്തോട്ടം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം സർക്കാരിൻ്റെതല്ല, വ്യക്തിയുടേതാണെന്നും നൂറ്റാണ്ടുകളായി സാമുദായിക പരിഷ്കർത്താക്കളെല്ലാം പറഞ്ഞു പരാജയപ്പെട്ടതാണ് ഈ മദ്യവർജന നയമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്, മദ്യവർജന നയം ഒരു ഗവൺമെന്റിന്റെ നയമല്ല, അതൊരു വ്യക്തിയുടെ നയമാണ്. വ്യക്തിഗത ജീവിതത്തിലാണ് മദ്യം വർജിച്ചുകൊണ്ടിട്ട് വേണ്ടാന്ന് വെക്കുക. ഗാന്ധിജിയെ പോലുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സാമുദായിക പരിഷ്കർത്താക്കളുണ്ട്. അവരൊക്കെ നൂറ്റാണ്ടുകളായി പറഞ്ഞു പരാജയപ്പെട്ടതാണ് സ്നേഹിതരെ ഇവിടുത്തെ മദ്യനയമെന്ന് പറയുന്നത്. കോഴിക്കോട് രൂപത വികാരി ജനറൽ ഡോക്ടർ തോമസ് പനക്കൽ പരിപാടിയിൽ അധ്യക്ഷനായി. പ്രൊഫസർ OJ ചിന്നമ്മ, ഫാദർ സൈമൺ കിഴക്കേക്കുന്നേൽ, ഫാദർ ഡാനി തോമസ്, ഭരതൻ പുത്തൂർവട്ടം, ഫാദർ തോമസ് ഓലിയക്കാട്ടിൽ, EH കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, രാജൻ ഉറുമ്പിൽ, സിസ്റ്റർ മോറില്ല, പ്രൊഫസർ TM രവീന്ദ്രൻ, ചാണ്ടി കുരിശുമൂട്ടിൽ, KS വർഗീസ്, പുന്നശ്ശേരി ശ്രീധരൻ മാസ്റ്റർ, സിസ്റ്റർ ആഗ്നസ്, ജോളി ജോസഫ് ഉണ്ണേപ്പിള്ളിൽ, സോഫി തോമസ്, കുര്യൻ ചെമ്പനാനി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെയും വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്നിവരുടെയും സഹകരണത്തോടെ വായന പക്ഷാചരണം സംഘടിപ്പിക്കും. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന ജില്ലാതല പരിപാടികൾ UA ഖാദർ ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആചാര്യനും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 തുടക്കമിട്ട് ഗ്രന്ഥശാല പ്രവർത്തകനും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയുമായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം സംഘടിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ്, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രന്ഥശാല രംഗത്തെ ഉജ്ജ്വല വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 19 കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എഴുത്തുകാരൻ UA ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ കലക്ടർ UV ജോസ് IAS അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹരിതം സഹകരണം ഞാറ്റുവേല പ്രദർശനം ആരംഭിച്ചു. മുൻ മേയർ M ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 20 വരെ ദിവസവും 10 മുതൽ വൈകിട്ട് 4 വരെയാണ് തൈകളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാവുക. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ ഹരിതം സഹകരണം എന്ന പേരിൽ ഞാറ്റുവേല ഫലവൃക്ഷ തൈകളുടെയും മഴക്കാല പച്ചക്കറികളുടെയും പ്രദർശനം ആരംഭിച്ചു. ജൂൺ 20 വരെയാണ് പ്രദർശനം. ഞാവൽപ്പഴം, മിറാക്കിൾ ഫ്രൂട്ട്, മിൽക്ക് ഫ്രൂട്ട്, ഡായി ചാമ്പ, നോനി, എലിഫന്റ് ആപ്പിൾ, ഊദ്, ചൈനീസ് പേര, സീതപ്പഴം, ലിച്ചി, രുദ്രാക്ഷം, നാഗലിംഗം, കുരുമുളക് എന്നിങ്ങനെ 100-ൽ പരം തൈകൾ പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുക്കിയിട്ടുണ്ട്. 30 രൂപ മുതൽ 1200 രൂപ വരെയാണ് തൈകളുടെ വില. പച്ചക്കറി വിത്തുകളും വിപണനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. 10 രൂപയാണ് വിത്തുകളുടെ വില. പയറ്, വെണ്ട, തക്കാളി എന്നിങ്ങനെ നീളുന്നു വിത്തുകൾ. കൂടാതെ ജൈവവളവും ജൈവ കീടനാശിനിയും വിപണനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. 5 ലക്ഷം വൃക്ഷത്തൈകൾ നടാനാണ് സഹകരണ വകുപ്പ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായ സഹകരണ സംഘങ്ങളെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരമുള്ളൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ചാണ് സേവ് ഗ്രീൻ അഗ്രികൾച്ചർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വേര് പിടിപ്പിച്ച ഫലവൃക്ഷ തൈകൾ ഏറ്റവും നടാൻ ഉചിതമായ സമയം എന്ന രീതിയിൽ ഞാറ്റുവേല തെരഞ്ഞെടുത്ത് ഇതിൻ്റെ ഒരു പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ടൗൺ ഹാളിൽ മുൻ മേയർ M ഭാസ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സേവ് ഗ്രീൻ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് വൈസ് പ്രസിഡന്റ് PP മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുല്ലശ്ശേരി ചന്ദ്രശേഖരൻ നായർ, പ്രസിഡന്റ് MP രജിൽ കുമാർ, ഡയറക്ടർമാരായ MP ഷൈജു, ദീപ രഞ്ജിത്ത്, M രാജൻ, KP ജഗദീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രദർശനവും വിപണനവും.
വളർച്ചയുടെ പടവുകൾ താണ്ടി ബിലാത്തികുളം ഗവൺമെന്റ് UP സ്കൂൾ പീസ് പ്രൊജക്ടും ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടവും സ്കൂളിൽ യാഥാർത്ഥ്യമാകും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പീസ് പദ്ധതി ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രനും കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം പ്രദീപ്കുമാർ MLAയും നിർവഹിച്ചു. പതിനായിരങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ ബിലാത്തികുളം ഗവൺമെന്റ് UP സ്കൂൾ വളർച്ചയുടെ ഒരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. 2025 ആകുമ്പോഴേക്കും വിദ്യാലയത്തെ മോഡൽ ഗവൺമെന്റ് UP സ്കൂളാക്കി ഉയർത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പീസ് എന്ന പ്രൊജക്ടിന്റെയും പ്രദീപ്കുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തിയുടെയും ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. പ്രൊജക്ടിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രനും കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം MLA പ്രദീപ്കുമാറും നിർവഹിച്ചു. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മൾ ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമം ഈ വർഷം പുതുതായിട്ട് സ്കൂളിൽ ചേർന്നത് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1.5 ലക്ഷത്തിലധികം കുട്ടികൾ പുതുതായിട്ട് സ്കൂളുകളിൽ പ്രവേശനത്തിന് എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇനി അങ്ങോട്ട് വരെ മികവിൻ്റെ കേന്ദ്രങ്ങളാകണമെന്ന് ചെറിയ തോന്നലല്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും വികസിക്കുക എന്നുള്ളതല്ല, അതിൽ വ്യത്യസ്തമായിട്ട് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതിനു പകരം കുട്ടികളെ മികച്ച കുട്ടികളാക്കി മാറ്റാനുള്ള ആന്തരിക ശ്രമം ഉണ്ടായാൽ മാത്രമേ പഠനം പൂർത്തിയാക്കി ഉന്നത നിലവാരം പുലർത്തുന്നവരായി കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രദീപ്കുമാർ MLA പറഞ്ഞു. ചടങ്ങിൽ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. നടക്കാവ് URC BPO ഓങ്കാരനാഥൻ, 68ാം വാർഡ് കൌൺസിലർ രാജു M, 68ാം വാർഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ K സുബൈർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് TV പത്മനാഭൻ, PTA പ്രസിഡന്റ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർപേഴ്സൺ CK രേണുകാദേവി, ഹെഡ്മാസ്റ്റർ P അഹമ്മദ് കുട്ടി, സ്കൂൾ വികസന സമിതി ചെയർപേഴ്സൺ വത്സല ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. Forever world's fine as gold. You will never be far like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്ക്. അതല്ല, ഇതാ Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് FSCTO സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ജനപക്ഷ സംഗമം നടത്തി. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK പ്രകാശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ സർവീസ് മേഖലയെ ജനോപകാരപ്രദമാക്കുക, നവകേരള മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നീ വിഷയങ്ങളെ ആധാരമാക്കിയാണ് FSCTO നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ജനപക്ഷ സംഗമം സംഘടിപ്പിച്ചത്. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയിൽ സംഘപരിവാർ വർഗീയവൽക്കരണ നടപടികൾ ശക്തിപ്പെടുത്തുകയാണ്. UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തെ തുടർന്ന് ദളിതർക്കും സ്ത്രീകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഏറ്റവും ഒടുവിൽ ഗോ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് മാട്ടിറച്ചി വിൽപ്പനയും കശാപ്പും നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളും ബഹുസ്വരതയും വെല്ലുവിളിക്കപ്പെടുകയാണെന്നും FSCTO നേതാക്കൾ പറഞ്ഞു.
ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നയങ്ങളെ പിന്തുണയ്ക്കാൻ ആഹ്വാനം നൽകിയാണ് ജനപക്ഷ സംഗമം നടത്തിയത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കേരളത്തിനകത്ത് ജാതി മത അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച കേരളത്തിന്റെ മതാതര സ്വഭാവം തകർക്കുന്നതിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അത് ലക്ഷ്യം കാണുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് തോമസ് ഐസക് എന്റെ ഈ ബഡ്ജറ്റ് നടപ്പിലാകുമ്പോ കേരളത്തിനകത്ത് പൊതുവിദ്യാലയങ്ങളിൽ 10% കുട്ടികളെ വർദ്ധിക്കും. അങ്ങനെ 10% കുട്ടികളെ വർദ്ധിപ്പിക്കുന്നത് മതേതര കേരളത്തിന് വേണ്ടിയാണ്. KMCSU സംസ്ഥാന പ്രസിഡന്റ് V സുരേഷ് കുമാർ, ശങ്കർ, FSCTU ജില്ലാ പ്രസിഡന്റ് M മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി യോഗ പൂർണിമ ഇന്റർനാഷണൽ യോഗ റിസർച്ച് സെന്റർ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സെമിനാർ, സ്നേഹസംഗമം, പ്രഭാഷണം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നടക്കും. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി YMCA ക്രോസ് റോഡിൽ പ്രവർത്തിക്കുന്ന യോഗ പൂർണിമ ഇന്റർനാഷണൽ യോഗ റിസർച്ച് സെന്റർ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജൂൺ 21-ന് സെന്ററിന്റെ നേതൃത്വത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ്, പ്രൊവിഡൻസ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ യോഗ പ്രദർശനവും പ്രത്യേകം സംഗീതം നൽകി രൂപകൽപ്പന ചെയ്ത ഗ്രൂപ്പ് യോഗ പ്രദർശനവും ഉണ്ടായിരിക്കും. തുടർന്ന് യോഗാത്മക ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. യോഗ ആരോഗ്യ മേഖലയിലെ പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 22-ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന യോഗ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കലാഭവൻ മണിക്ക് ആദരമൊരുക്കി 12ഓളം വിദ്യാർത്ഥികൾ ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ആർട്ട് ഗാലറിയിൽ 21 വരെ തുടരുന്ന പ്രദർശനം പോൾ കല്ലാനോട് ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ മണിക്ക് ആദരസൂചകമായി കക്കോടി അനശ്വര ചിത്രകലാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വരച്ച കലാഭവൻ മണിയുടെ ചിത്രങ്ങളുടെ പ്രദർശനം കരുമാടിക്കുട്ടൻ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. മണിയുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ വരച്ചിരിക്കുന്നതിൽ മിക്കതും. V അതുല്യ, RVM അപർണ, P അരവിന്ദ്, ആദിത്യൻ, R സുരേഷ്, SS ഋഷികേഷ്, P അമൃതേഷ്, C നന്ദന, മേധാ പ്രദീപ്, അക്ഷയ് മനോജ്, M നന്ദിത, ശ്രീലക്ഷ്മി, PK ആദിത്യൻ എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. കലാഭവൻ മണിയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിന് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ഇവർ പറയുന്നു. എല്ലാ വർഷവും മണിയുടെ വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പോൾ കല്ലനോട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 21-ന് സമാപിക്കും. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സഹകരണത്തോടെ ഹരിതസേന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഡോക്ടർ ബിജേഷ് ക്വിസ് പരിപാടിക്ക് നേതൃത്വം നൽകി. 126ഓളം കുട്ടികൾ പങ്കെടുത്തു. കേരള സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൌൺസിലിന്റെ സഹകരണത്തോടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ക്ലബ്ബായ ദേശീയ ഹരിതസേന സംഘടിപ്പിച്ച ക്വിസ് മത്സരം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 126ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 8 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ദർശനം ആക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ബിജേഷ് N ക്വിസ് മത്സരം നയിച്ചു. ക്ലിപ്പിങ്ങുകളും ദൃശ്യങ്ങളും വിവിധ ഔഷധച്ചെടികളുടെയും സസ്യങ്ങളുടെയും തിരിച്ചറിയുന്നതിനായുള്ള മികവ് പരിശോധിച്ചുകൊണ്ടാണ് ക്വിസ് മത്സരം നടത്തിയത്. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ P രമേശ് ബാബു, ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് A വിഷ്ണു നമ്പൂതിരി, ജില്ലാ കോർഡിനേറ്റർ MA ജോൺസൺ, VK സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം 18-ന് ഞായറാഴ്ച കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല ഹാളിൽ വിതരണം ചെയ്യും. CWRDM ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവൻ കോമത്ത് സമ്മാനദാനം നിർവഹിക്കും. മലബാർ അഗ്രി ഫ്ലവർ ഫാമേഴ്സ് സൊസൈറ്റിയുടെ കാർഷിക മേളയ്ക്ക് കോൺട്രസ്റ്റ് ഗ്രൗണ്ടിൽ തുടക്കമായി. മണ്ണുത്തി കാർഷിക മേള മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 2 വരെ മേള നടക്കും. മാനഞ്ചിറ കോംട്രസ്റ്റ് ഗ്രൗണ്ടിലാണ് ഫലവൃക്ഷ തൈകളുടെയും നടീൽ വസ്തുക്കളുടെയും വൻ ശേഖരവുമായി കാർഷിക മേള ആരംഭിച്ചിരിക്കുന്നത്. മലബാർ അഗ്രി ഫ്ലവർ ഫാമേഴ്സ് സൊസൈറ്റിയാണ് തൈകളുടെയും വിത്തുകളുടെയും പ്രദർശന വിൽപ്പന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന മലേഷ്യൻ കുള്ളൻ തെങ്ങൻ തൈ മേളയിലെ പുതിയ ഇനമാണ്. 4.5 അടിയോളം മാത്രമേ പൊക്കമുണ്ടാകുകയുള്ളൂ എന്നും ഈ തെങ്ങിന്റെ പ്രത്യേകതയാണ്. തെങ്ങിനത്തിൽ കുള്ളന്മാരായ കണ്ണങ്കി ഹൈബ്രിഡ്, T&D ഇനങ്ങളും മേളയിലുണ്ട്. കുള്ളൻ കവിങ്ങിൻ തൈകളും തായ്ലാന്റ് കുള്ളൻ മാവിൻ തൈകളും വിൽപ്പനയ്ക്കുണ്ട്. വർഷത്തിൽ 4 തവണ കായ്ക്കുന്ന തായ്ലാന്റ് മാവിൻ തൈകളും മല്ലിക, അൽഫോൺസ, മൽഗോവ, കാലാപാടി തുടങ്ങിയ മാവിൻ ഇനങ്ങളും മേളയിൽ ലഭ്യമാണ്. റംബുട്ടാൻ, മംഗോസ്റ്റീൻ, ലക്ഷ്മി തരു, വയലറ്റ് പേര, ആപ്പിൾ ജാമ്പ, ചെറുനെല്ലി, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി നിരവധി ഇനങ്ങളും മേളയിൽ ലഭ്യമാണ്. കൂടാതെ കിൻഡിൽ നേന്ത്രവാഴ, ചെങ്കതളി, ഞാലിപ്പൂവൻ തുടങ്ങിയ വാഴകളും വിൽപ്പനയ്ക്കുണ്ട്. ജൂലൈ 2 വരെ മേള തുടരും. പ്രവേശനം സൗജന്യമാണ്. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. സംഘടക സമിതി ഭാരവാഹികളായ മൂവി ജയന്ത്, മുഹമ്മദ് റാഫി, ഉബൈദ് കാസർഗോഡ് എന്നിവർ നേതൃത്വം നൽകുന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി.
എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി വിതരണം കുറ്റമറ്റതാക്കാൻ സ്ഥാപിച്ച ബേപ്പൂരിലെ ഭൂഗർഭ വിതരണ ശൃംഖല പ്രവർത്തന സജ്ജമായി. ബേപ്പൂർ മേഖലയിലെ മുഴുവൻ ഫീഡറുകളിലും റിംഗ് മെയിൻ യൂണിറ്റ് വഴി വൈദ്യുതി വിതരണം നടത്താനാണ് KSEB ലക്ഷ്യമിടുന്നത്. വൈദ്യുതി വിതരണം കുറ്റമറ്റതാക്കാൻ സ്ഥാപിച്ച ബേപ്പൂരിലെ ഭൂഗർഭ വിതരണ ശൃംഖല പ്രവർത്തന സജ്ജമായി. ആദ്യഘട്ടത്തിൽ ബേപ്പൂർ സെക്ഷന് കീഴിൽ ബേപ്പൂർ ഫീഡറിൽ 3 റിംഗ് മെയിൻ യൂണിറ്റുകൾ ഉപയോഗപ്രദമായി. അരക്കിണർ, നടുവട്ടം, ചേനോത്ത് എന്നീ 6 യൂണിറ്റുകൾ ചാർജ് ചെയ്തു. ഇതോടെ മാത്തോട്ടം മുതൽ കോർപ്പറേഷൻ ബേപ്പൂർ മേഖല ഓഫീസ് വരെയുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണ തടസ്സം പരമാവധി ഒഴിവാക്കാനാകും. RAPDRP പദ്ധതിയിൽ സെക്ഷന് കീഴിൽ 200ഓളം റിംഗ് മെയിൻ യൂണിറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ ഉടൻ തന്നെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. ബേപ്പൂർ മേഖലയിലെ മുഴുവൻ ഫീഡറുകളിലും റിംഗ് മെയിൻ യൂണിറ്റ് വഴി വൈദ്യുതി വിതരണം നടത്താനാണ് KSEB ലക്ഷ്യമിടുന്നത്. ഫറോക്ക് ഡിവിഷന് കീഴിൽ നല്ലളം 220 kV സബ്സ്റ്റേഷനെയും ഗാന്ധി റോഡ് 110 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്നിവയുമായി ബന്ധിപ്പിച്ചാണ് വിതരണ ശൃംഖല. ഫറോക്ക്, കടലുണ്ടി, രാമനാട്ടുകര, ബേപ്പൂർ, അരീക്കാട്, കല്ലായി, പന്തീരാങ്കാവ്, പെരുമണ്ണ എന്നീ സെക്ഷനുകൾക്ക് കീഴിലായി 100ഓളം റിംഗ് മെയിൻ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹർത്താൽ അവകാശമോ വെല്ലുവിളിയോ എന്ന വിഷയത്തെ ആസ്പദമാക്കി കോഴിക്കോട്ട് വിചാരവേദി സംവാദം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഹർത്താലിന്റെ മറവിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നിയമ നടപടി കർശനമാക്കണമെന്ന് മാധ്യമ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ വിചാരവേദി കോഴിക്കോട് സംഘടിപ്പിച്ച സംവാദം ആവശ്യപ്പെട്ടു. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന സമര രീതിക്കെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരണം. ഹർത്താൽ അനുകൂലികളുടെ മനുഷ്യത്വരഹിതമായ ഇടപെടലിനെതിരെ ജനജാഗ്രതാ സമിതി രൂപീകരിക്കണം. കടകൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ എന്നിവ ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്നതും തകർക്കുന്നതും അംഗീകരിക്കാനാകില്ല. തുടർച്ചയായ ദിനങ്ങളിലെ ഹർത്താലുകൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സംവാദത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. സംവാദം പ്രമുഖ സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഹർത്താൽ പ്രഹസനമാക്കുന്നതിനാൽ ബദൽ സമരരീതി കണ്ടെത്തണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമരങ്ങൾക്കെതിരായ സമരം പലപ്പോഴും പ്രതിലോമകരമാവാറുണ്ട്. പക്ഷേ ഇന്നിപ്പോ ഈ ഹർത്താലിന്റെ കേരളത്തിൽ നടന്നിട്ടുള്ള കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഹർത്താലുകളുടെ എണ്ണം എടുത്തു നോക്കി അത് ജനകീയ സമരങ്ങൾ എന്ന ഒരു അവസ്ഥ വിട്ടിട്ട് പലപ്പോഴും പ്രതിലോമകരമായ ആശയങ്ങൾക്ക് വേണ്ടി, പ്രതിലോമപരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് കൂടുതൽ ഹർത്താൽ നടത്തിയിരിക്കുന്നത് മറച്ചു വെച്ചുകൊണ്ടാണ്. റിട്ടയർഡ് ജഡ്ജി PN ശാന്തകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. വിചാരവേദി സെക്രട്ടറി നിസാർ ഒളവണ്ണ മോഡറേറ്ററായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, വിവിധ സംഘടനാ നേതാക്കളായ P ശങ്കരൻ, U പോക്കർ, PM ഹനീഫ, K ജയചന്ദ്ര മാസ്റ്റർ, ഷവലിയർ CE ചാക്കുണ്ണി, M ഹിസ്ബത്തുള്ള, TK അസീസ്, PT സക്കീർ ഹുസൈൻ, വിചാരവേദി കോർഡിനേറ്റർ PP ഉമ്മർ ഫാറൂഖ്, കൺവീനർ AV ഫർദീസ് എന്നിവർ സംബന്ധിച്ചു. റംസാനോടനുബന്ധിച്ച് ധോത്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഇഫ്താർ വിരുന്ന് നൽകി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ധോത്തി ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് പുരുഷ അന്തേവാസികൾക്ക് മുണ്ടുകളും വിതരണം ചെയ്തു. ആശുപത്രിയിലെ 500ഓളം വരുന്ന അന്തേവാസികൾക്ക് എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷണമാണ് ധോത്തി ക്ലബ്ബ് ഒരുക്കിയത്. ക്ലബ് അംഗങ്ങൾക്കൊപ്പം നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമായ യുവാക്കളും പങ്കാളികളായി. ധോത്തി ക്ലബ് CEO മെഹർ, ഡോക്ടർമാരായ ബിജേഷ്, ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി.
കർഷകരെ കൊല്ലുന്ന മോദി സർക്കാരിനെതിരെ നടക്കുന്ന ദേശീയ കർഷക പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. നിലനിൽപ്പിനു വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന കർഷക സമൂഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കോർപ്പറേറ്റ് കമ്പനികളുടെ കോടിക്കണക്കിന് രൂപയുടെ കടം എഴുതിത്തള്ളുന്ന മോദി സർക്കാർ കർഷകരുടെ തുച്ഛ വായ്പകൾ എഴുതിത്തള്ളാൻ തയ്യാറാവുന്നില്ല. കാർഷിക സബ്സിഡികൾ വെട്ടിച്ചുരുക്കിയും ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകാതെയും കർഷകരെ കഷ്ടപ്പെടുത്തുകയാണ് സർക്കാർ. രാജ്യത്ത് ഉയർന്നുവരുന്ന കർഷക പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള നീക്കം അപകടകരമാണെന്നും ഐക്യദാർഢ്യ സദസ്സ് അഭിപ്രായപ്പെട്ടു. വെൽഫെയർ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. CP ഭാസ്കരൻ, PK അബ്ദുറഹിമാൻ, TK മാധവൻ, FM അബ്ദുള്ള, മാഹിൻ നേരോത്ത്, മുസ്തഫ പാലഴി, അൻവർ സാദത്ത് കുന്നമംഗലം എന്നിവർ സംസാരിച്ചു. ശൈലിയുടെയും വർണ്ണവിന്യാസത്തിന്റെയും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ക്യാൻവാസുകളുമായി ആകാശിന്റെ ചിത്രപ്രദർശനം ആരംഭിച്ചു. ആർട്ട് ഗാലറിയിൽ ചിത്രകാരൻ പോൾ കല്ലാനോട് ഉദ്ഘാടനം ചെയ്തു. ചിത്രങ്ങളിൽ വർണ്ണങ്ങളും ആശയങ്ങളും മനോഹരമാക്കിയിരിക്കുകയാണ് 16-കാരനായ ആകാശ് പീറ്റർ. ശൈലിയുടെയും വർണ്ണവിന്യാസത്തിന്റെയും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ക്യാൻവാസുകളുമായി ആർട്ട് ഗാലറിയിൽ ഈ വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം ആരംഭിച്ചു. തന്റെ വീടിന് മുന്നിലെ നിറയെ ചക്കയുള്ള പ്ലാവ് വരച്ചാണ് നിറങ്ങളോട് ഈ കൊച്ചുപയ്യൻ കൂടുതൽ അടുത്തത്. പിന്നീട് മകന്റെ കഴിവ് മനസ്സിലാക്കിയ രക്ഷിതാക്കളായ PP ഡേവിഡ്, ജാനറ്റ് ഷെറിൻ എന്നിവർ വേണ്ടുവോളം പ്രോത്സാഹനവും നൽകി. അതോടെ വീടിന്റെ എല്ലാ കോണിലും ആകാശിന്റെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നിമിഷ നേരം കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇതിൽ അധികവും. ഈ കുട്ടിയുടെ കഴിവ് കണ്ട അധ്യാപകരും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഇത്തരത്തിലൊരു ചിത്രപ്രദർശനം ഒരുക്കാൻ രക്ഷിതാക്കളോട് പറഞ്ഞത്. അതോടെ ആദ്യ ചിത്രപ്രദർശനം കോഴിക്കോട് നടത്തണമെന്ന് ആകാശിനും ആഗ്രഹമായി. അഗ്രിക്ലിം ഓയിൽ പെയിന്റ് കൊണ്ടും വരച്ചിരിക്കുന്ന 50 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം തുടങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശൈലിയുടെയും വർണ്ണവിന്യാസത്തിന്റെയും വൈവിധ്യം കൊണ്ട് ചിത്രങ്ങൾ ശ്രദ്ധേയമായി കഴിഞ്ഞു. ഐഡിയൽ പീസ് മൂവ്മെന്റിന്റെ 19ാം വാർഷികവും റംസാൻ സ്നേഹസംഗമവും ഇൻഡോർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്നേഹസംഗമം ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രനും റംസാൻ കിറ്റ് വിതരണം ULCC പ്രസിഡന്റ് രമേശൻ പാലേരിയും നിർവഹിച്ചു. ഐഡിയൽ പീസ് മൂവ്മെന്റിന്റെ 19ാം വാർഷികവും റംസാൻ സ്നേഹസംഗമവും ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. തൊഴിൽ രഹിതരായ ചില കുടുംബങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി തയ്യൽ മെഷീൻ, ഉന്തുവണ്ടി, രോഗബാധയേറ്റ് അവശരായവരെ സഹായിച്ചും തലചായ്ക്കാൻ കൂരയില്ലാത്തവർക്ക് സാമ്പത്തിക സഹായം നൽകിയും റംസാൻ കാലത്തും ഓണക്കാലത്തും കഷ്ടതയനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന സാധനങ്ങളടങ്ങിയ റംസാൻ കിറ്റ് നൽകി വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിവരുന്നത്. ഇത്തവണത്തെ സ്നേഹസംഗമം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടില് നിരവധി പേര് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്ന സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അവരൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല പരിപാടികൾ നടത്തി ഇതേപോലെ ചെയ്യാനാണ്, എന്തും നൽകാൻ ആളുകൾ ഒരുപാട് തയ്യാറാണ്. ചില സംഘടനകളൊക്കെ പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രവർത്തന രംഗത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലരും അവിശ്വാസം നിലനിൽക്കുന്നത്. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ പലരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ULCC പ്രസിഡന്റ് രമേശൻ പാലേരി റംസാൻ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ K മൊയ്തു, EKP അബ്ദുൽ ലത്തീഫ്, MV കുഞ്ഞാമു, ആനീസ് ആദം, സഫ അലവി, R ജയന്തകുമാർ, TPM ഹാഷിർ അലി, K ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, P ഇസ്മായിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CH ഫൗണ്ടേഷൻ ചെയർമാൻ PA ഹംസ അധ്യക്ഷം വഹിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJPയും CPM നടത്തുന്നതെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ്. സർക്കാർ പ്രഖ്യാപിച്ച മദ്യവർജനം എന്ന നയം ഒരു സർക്കാരിന്റെ നയമല്ല, വ്യക്തിയുടെ നയമാണെന്ന് മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ തോമസ് തൈത്തോട്ടം. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകളെ പിന്തുണച്ച് FACTU ജില്ലാ കേന്ദ്രങ്ങളിൽ ജനപക്ഷ സംഗമം നടത്തി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.